വലിയ കനകക്കൊട്ടാരം കൊടുത്തുകൊണ്ട് പടച്ചവൻ അനുഗ്രഹിക്കുമേ. തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ നബിയുനാ റസൂലുള്ളാഹി. സംഭാവന നൽകിയ മുഴുവൻ ആളുകളെയും അല്ലാഹു ഈ സൗഭാഗ്യ പട്ടികയിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന ബാഹ്യമായ സൗന്ദര്യം അവർണ്ണനീയമായ സൗന്ദര്യമാണ്. അതിന്റെ 10% റൂഹ് കാക്കാൻ സമയവും സമ്പത്തും കൊടുക്കാനുള്ള ബോധവും നിയോഗവും ഭാഗ്യവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യണം. അതിന് പറ്റുന്ന ആളാണ് പള്ളിയിലെ ഖാദിം, പള്ളിയിലെ ഇമാം. അതിന് പറ്റുന്ന ആളാണ്. ഞാൻ പിന്നെ ആവർത്തിച്ച് ഊന്നി പറയാണ്, നിങ്ങൾ മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ ഇത്ര സൗന്ദര്യം പള്ളിയിൽ ഒരു എന്തെങ്കിലും ഒരു കിതാബ്, ഒരു മുത്തഫരീദ്, ഒരു ഉണ്ട, ഫത്തുൽമീന്റെ ഒരു ഭാഗം, ഇനി ഒന്നും വേണ്ട. ഗുരുമുഖം എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അതാണ് ലോകത്തെ ബേസ്. പാപ്പ മോൻ എന്നുള്ള ലോകത്തെ ബേസ് അല്ല. ലോകത്തെ ബേസ് ഗുരുമുഖം എന്നുള്ള, ഗുരു ശിഷ്യ എന്നുള്ളതാണ്. ഈ ബേസ് പൊളിച്ചതാണ് ഇബ്ലീസ് എന്ന ജിബ്രീലിന്റെ മുദരിസ് മൽക്കൂനാകാൻ കാരണം. ഈ ബേസ് പൊളിച്ചതാണ് ഗുരുമുഖം. വായിച്ചാലൊന്നും ഈമാൻ എന്ന് കയറൂല. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിങ്ങളായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ വായനക്കാരാണ്. ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിമാണ്. ഇനി ഇസ്ലാമിനെ പച്ചക്ക് പരിഹസിക്കുന്ന ആളാണ്. അദ്ദേഹം പുസ്തകം വായിച്ചതുപോലെ ഈ സ്ഥലത്ത് ആരും വായിച്ചിട്ടുണ്ടാവില്ല. ഏത് പുസ്തകം? ഇസ്ലാമിന്റെ പുസ്തകം, വിമർശനത്തിന്റെ അല്ല, ഇസ്ലാമിന്റെ പുസ്തകം വായിച്ച് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടൊന്നും റേഞ്ച് കിട്ടൂല. വായിച്ചാൽ വേറൊന്ന് കിട്ടിയാൽ അങ്ങോട്ട് പോകും. അതാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ചവറുകൾ. ആ കത്തിക്കാളുന്ന ദീപത്സകമായ നാരകീയ ജ്വാലയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എറിയപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് ആയുധം താഴെ വെച്ച് കീഴടങ്ങി പൊട്ടിത്തെറിച്ച് ഭയവി പുലരായി ദുഃഖഭാരത്തോടെ നാണിച്ചുകൊണ്ട് മാനമുഖത്തോടെ പറയുന്നത് ഞങ്ങൾ ഒരു ഉസ്താദിൽ നിന്ന് കേട്ട് പഠിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊരു ഉസ്താദിന്റെ മുമ്പിൽ നിന്നിട്ട് കേട്ട് പഠിച്ചിരുന്നെങ്കിൽ ഈ ബീഭത്സകമായ നാരകീയ ജ്വാലയിൽ വിറക് കൊള്ളികളായി ഞങ്ങൾ വീഴുമായിരുന്നില്ല എന്ന് നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പുക കൊണ്ട് കരിവാളിക്കുന്ന സമയത്ത് പരാജയത്തിന്റെ പട്ടികയിൽ വെച്ച് അലറി വിളിച്ചുകൊണ്ട് മുക്കലായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നെഞ്ചുപൊട്ടി കെഞ്ചിയിട്ട് കാര്യമില്ല. തിരിച്ചറിവ് കിട്ടേണ്ടത് വരരുത്. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ഈ പള്ളിയിലെ ഇമാം അതിന് പറ്റുന്ന ആളാണ്. ഒരു 10 കുട്ടികളെ കൊണ്ട് 90 ലക്ഷം